കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകമെന്ന് പറയുന്നതെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടുത്ത മാസം 6 വീണ്ടും പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ച ആദ്യ ദിവസം എന്താണ് കോടതിക്കകത്തുണ്ടായത്? ഈ അന്വേഷണത്തിന് പുരോഗതി സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രോസിക്യൂഷനോ പോലീസോ കാര്യമായൊന്നും സമർപ്പിച്ചില്ലേ? സൈഫുദ്ദീൻ സാധാരണഗതിയിൽ കേസ് വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എതിർകക്ഷികളോട് ഒരു വിശദീകരണം ചോദിക്കുക പതിവാണ്. കോടതി അവരുടെ കൂടി നിലപാട് തേടിയ ശേഷമായിരിക്കും, അതുകൂടി അറിഞ്ഞ ശേഷമായിരിക്കും മറ്റു അന്തിമ നടപടിയിലേക്ക് സാധാരണഗതിയിൽ കടക്കാറുള്ളത്. ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, ഇന്നലെ ഹർജിയിൽ എന്താണോ ഈ കുടുംബം വ്യക്തമാക്കിയത് അക്കാര്യത്തിൽ കുടുംബം ഇന്നും അതേ വിഷയങ്ങൾ കോടതിയിൽ ആവർത്തിച്ചു. ഇത് ആത്മഹത്യ സംബന്ധിച്ച ഒരു കേസല്ലേ എന്ന് തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി ചോദിക്കുന്നു. എന്നാൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി കുടുംബം കോടതിയെ അറിയിച്ചു. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകമാണ് എന്ന് പറയുന്നതെന്ന് കോടതി തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് കുടുംബം പറയുന്നത്, ഈ മരണത്തിന് ശേഷം നടന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം നടന്ന പല കാര്യങ്ങളും സംശയാസ്പദമാണ്, മാത്രമല്ല പലതിലും ദുരൂഹതയുണ്ട്. അങ്ങനെ ഇപ്പോൾ നടക്കുന്ന പല അന്വേഷണവും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഉൾപ്പെടെ അതൊരു പേരിന് മാത്രമാണ്. മാത്രമല്ല രാഷ്ട്രീയപരമായി സ്വാധീനമുള്ള പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തൃപ്തിയില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് കുടുംബം കോടതിയെ അറിയിച്ചു. സ്വാഭാവികമായും ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് കോടതി പ്രോസിക്യൂഷനോട് അവരുടെ നിലപാട് തേടിയത്. ഒപ്പം തന്നെ സർക്കാരിനോടും CBIയോടും ഈ വിഷയത്തിൽ ഈ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതി നിലപാട് തേടി. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില നിർണായകമായ ചില ചുവടുവെപ്പുകൾ കോടതി നടത്തിയത്, ഒന്ന്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. കൃത്യമായി നിലവിലുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഒരു റിപ്പോർട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. ഒപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കുകയും വേണം. അതിനുശേഷം അത് 6-ാം തീയതിയാണ്, ഡിസംബർ 6-നാണ് അത് ഹാജരാക്കേണ്ടത്. അന്നേ ദിവസം എന്തായാലും ഈ കോടതി ഈ വിഷയങ്ങൾ പരിഗണിക്കാൻ വെച്ചിട്ടുണ്ട്. 6-ന് പോസ്റ്റ് ചെയ്യാൻ വീണ്ടും കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ആ കേസ് പരിഗണിച്ച ശേഷം ഈ കേസ് ഡയറി എത്തിയെന്നും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്റ്റേറ്റ്മെന്റ് എത്തിയെന്നും ഒക്കെ ഉറപ്പാക്കിയ ശേഷം 9-ന് വിശദവാദത്തിന് വേണ്ടി മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്ന് അടുത്ത 9-ലേക്ക് ഈ 6-ന് പരിഗണിച്ച ശേഷം 9-ലേക്ക് മാറ്റാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹർജിയിൽ ഈ നേരത്തെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നതോടൊപ്പം ഇന്ന് കോടതിയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ കുറ്റപത്രം, നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ കുറ്റപത്രം, അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയണം എന്നൊരാവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചു. പക്ഷെ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറഞ്ഞത് പ്രധാനമായും ഈ അന്തിമ ഫൈനൽ റിപ്പോർട്ട് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പ്രൊസീഡിങ്സിനെ ബാധിക്കുന്നൊരു കാര്യമല്ല. ആ കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. SIT അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. കുറ്റപത്രം നൽകിയാലും ഈ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പ്രൊസീഡിങ്സ് നടത്താൻ അത്തരത്തിലുള്ള ഒരു അധികാരം ഇല്ലാതാകുന്നില്ല എന്ന് കൂടിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണം. ഒപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കുകയും വേണം. ഒപ്പം തന്നെ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടെല്ലാം പരിഗണിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ സർക്കാരും CBIയും ഈ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് അവരുടെ ഒരു വേർഷൻ വിശദമാക്കണം. എന്താണ് നിലപാട് എന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും വേണം. എന്തായാലും അതിനുശേഷം CBIയും അടുത്ത മാസം 9-ന് മുമ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കണം അല്ലേ? അപ്പോ CBI ഈ കേസിനെ കുറിച്ച് ഒരു പ്രാഥമിക വിവരശേഖരണമൊക്കെ നടത്തേണ്ടി വരില്ല അതിനു മുമ്പായി? സാധാരണഗതിയിൽ CBIക്ക് ഒരു കേസ് വിടുന്ന സാഹചര്യത്തിൽ ആ കേസ് ഏറ്റെടുക്കാനാകുമോ, എന്തൊക്കെയാണ് അന്വേഷണ സാധ്യതകൾ, ഒപ്പം തന്നെ നിലവിൽ പല പ്രശ്നങ്ങളുമുണ്ട്. CBIക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ CBIക്ക് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയാണ്, മതിയായ സ്ട്രെങ്ത് പല കേസുകളും ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്വേഷണം പാതിഘട്ടത്തിൽ നിൽക്കുന്ന, കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെയുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തായിരിക്കും CBI അവരുടെ ഒരു നിലപാട് അറിയിക്കുക. സാധാരണഗതിയിൽ നടക്കാറുള്ളത്, CBI ഒരു കേസിന്റെ മെറിറ്റും അതോടൊപ്പം തന്നെ അതിന്റെ അന്വേഷണ സാധ്യതകളും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു തരത്തിൽ അത് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ കോടതിയിൽ നിലപാട് അറിയിക്കുക. എന്തായാലും 6-ാം തീയതി അവരും ഒരു കൃത്യമായി തന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ, എന്താണ് അവരുടെ ഒരു നിലപാട് കാര്യം. ശരി മുസ്തഫ, എന്തായാലും